ഓഫീസിലേക്ക് പോകാനായി ക്യാബിൽ ഇരിക്കുമ്പോഴേക്കും അയാളുടെ മനസ്സും രാവിലെ കണ്ട ചിഹ്നത്തിലായിരുന്നു. എത്ര ചിന്തിച്ചിട്ടും ഉത്തരം കിട്ടാത്ത പ്രഹേളികയായി അയാൾക്ക് ആ സ്വപ്നം മാറിക്കഴിഞ്ഞിരുന്നു. എന്താണോ ഒന്നും മിണ്ടാത്തെ? കൊളീഗിൻ്റെ ചോദ്യത്തിന് ഒന്നുമില്ല എന്ന് പറഞ്ഞൊഴിവാകുമ്പോഴേക്കും അവരുടെ ഓഫീസ് എത്തിയിരുന്നു. 4 ആസ്പിരിൻ്റെയും 3 കോഫിയുടെയും സഹായത്താൽ ഇന്നും അയാളുടെ ഷിഫ്റ്റ് പൂർത്തിയാക്കി ഇറങ്ങി. ചായ കുടിച്ചിട്ട് പോവാം എന്ന സുഹൃത്തുക്കളുടെ ക്ഷണത്തോട് നന്ദിയോടുകൂടെ ക്ഷമ അറിയിച്ചുകൊണ്ട് അയാൾ നടന്നു. നിശ്ചലമായ ആ വൈകുന്നേരത്തിന് വിചിത്രമായതെന്തോ തങ്ങി നിൽക്കുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. ഏറെ കാലത്തെ മഴയ്ക്ക് ശേഷം കിട്ടിയ ഒരു വരണ്ട സന്ധ്യ. അസ്വസ്ഥത നിറഞ്ഞ മനസ്സുമായി അയാൾ ലക്ഷ്യമില്ലാതെ ആ ഇടനാഴിയിലൂടെ നടന്നു. ഏതോ ഒരു ഉൾപ്രേരണയാൽ അങ്ങേത്തലയ്ക്കിലെ ആരും കയറാത്ത ആ മുറിയിലേക്ക് അയാൾ നടന്നെടുത്തു. മൂലയിലിരുന്ന അലമാരിയുടെ മുന്നിലെത്തിയപ്പോഴാണ് അയാളുടെ നടത്തം നിൽക്കുന്നത്. ഒരു യന്ത്രം കണക്കെ അയാൾ ആ അലമാരയുടെ വാതിൽ വലിച്ചു തുറന്നപ്പോൾ അതിൻ്റെ വിജാഗിരികൾ എന്തോ ഓർമ്മ വരുന്നത് പോലെ ഞെരുങ്ങി. തുരുമ്പിച്ച താക്കോൽ കൂട്ടത്തിൻ്റെയും നാണയങ്ങളുടെയും ഇടയിൽ ദ്രവിച്ച കടലാസുകൂട്ടത്തിൻ്റെ മറവിൽ മരത്തിൻ്റെ ചെറിയ പെട്ടി അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പൊടിപടലങ്ങളാൽ ആവൃതമായി മങ്ങിയ തവിട്ട് നിറമുള്ള ആ പെട്ടി കണ്ട ഓർമ്മ അയാൾക്കില്ലെങ്കിലും എന്തോ പരിചിതമായി അയാൾക്ക് തോന്നി. ഒരു ദേജാവു പോലെ. പെട്ടി തുറന്നപ്പോൾ പൊട്ടിയ ഫൗണ്ടൈൻ പേനയും ഒപ്പം കുറച്ച് മങ്ങിയ ഫോട്ടോഗ്രാഫുകളും കണ്ടു. അതിന് താഴെ ഒരു ചുവന്ന പട്ട് തുണിക്കഷ്ണത്തിൽ എന്തോ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. അയാളതെടുക്കുമ്പോൾ പുറത്ത് ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. തുണിക്കഷ്ണം മാറ്റുമ്പോഴേക്കും അയാൾക്ക് പുരികങ്ങളുടെ ഇടയിൽ അതിശക്തമായി തരിപ്പനുഭവപ്പെടാൻ തുടങ്ങി. താൻ എന്നും കാണുന്ന സ്വപ്നത്തിലെ പെണ്ണിൻ്റെ കാലിലെ പാദസരമാണ് അതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. സർപ്പം പോലെ പിണഞ്ഞു കിടക്കുന്ന അതേ പാദസരം. ചുറ്റുമുള്ള എല്ലാ സാധനങ്ങളെയും കാലം കടന്നാക്രമിച്ചുവെങ്കിലും ആ പാദസരത്തിനെ മാത്രം കാലം വെറുതെ വിട്ടിരുന്നു. അതെടുക്കുമ്പോൾ അയാൾക്ക് ചൂടോ തണുപ്പോ ഒന്നും അനുഭവപ്പെട്ടില്ല. പുരികങ്ങൾക്കിടയിലെ തരിപ്പ് മാത്രം. നെറ്റിയിൽ അയാൾ തൻ്റെ വലതുകൈ അമർത്തി. അയാളുടെ കാഴ്ചയുടെ ചുറ്റളവിൽ എന്തൊക്കെയോ മിന്നിമറയുന്നുണ്ടായി. ഒരിടനാഴി, എണ്ണവിളക്കുകൾ, കാലടികളുടെ പ്രതിധ്വനികൾ, ശംഖുലി, പിന്നെ നിശബ്ദത. അയാൾ വീണ്ടും കയ്യിലുള്ള പാദസരത്തിലേക്ക് നോക്കി. അത് എവിടെ നിന്ന് വന്നു എന്ന് അയാൾക്കറിയില്ലായിരുന്നു. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അത് തൻ്റെയായിരുന്നു എന്ന് അയാൾക്കിപ്പോൾ അറിയാം. ആദ്യ പാർട്ടിന് നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒത്തിരി നന്ദി. ഇനി വരുന്ന പാർട്ടുകൾക്കും വരാൻ പോകുന്ന വീഡിയോസിനുമൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും തെറ്റുകളായാലും കുറ്റങ്ങളായാലും എന്താണെങ്കിലും ഓപ്പണായിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു.